ഇസ്രയേലിന്റെ 80 മടങ്ങ് കരുത്തുള്ള വലിപ്പമുള്ള അമേരിക്കയുടെ 1/6 മാത്രമുള്ള ഇറാൻ എങ്ങനെയാണ് ലോകശക്തികൾക്ക് മുന്നിൽ പോരടിച്ചു നിൽക്കാൻ പോകുന്നത്? കീഴടങ്ങിലായിരിക്കുമോ ഇതിന് ശേഷം അന്ത്യം നാം കാണുന്നത്? അതോ അതിജീവനമോ? ശത്രുക്കളുടെ സ്വപ്നം മാത്രമാണ് കീഴടങ്ങലെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോൾ ഔദ്യോഗിക വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും മുട്ടുമടക്കാതെ കീഴടങ്ങാതെ പോരടിക്കും, പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പേടിയില്ലാതെ അതിശക്തമായ കഠിനമായ പോരാട്ടം തന്നെയായിരിക്കും തങ്ങൾ കാഴ്ചവെക്കുക എന്നും മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും തലകുനിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിക്കുന്നത്. അങ്ങനെ വീണ്ടും ലോകശ്രദ്ധ മുഴുവൻ ഇറാനിലേക്ക് മാത്രം ചുരുങ്ങുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരുപാധികമായി കീഴടങ്ങുക എന്നുള്ള ഒരു കരാർ ഇറാന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു. അതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. IRGCയോടും ഇറാനിയൻ സൈന്യത്തോടും ഇതിനോടൊക്കെ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരോട് ഏറ്റവും പെട്ടെന്ന് അഭയം പ്രാപിക്കാനായി ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ അഭയമല്ലാതെ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതല്ല എങ്കിൽ ജീവൻ നഷ്ടമാകും, സൂക്ഷിച്ചുകൊള്ളുക. ഫെബ്രുവരി 28 പുലർന്നത് മുതൽ ഇറാനിലെ ജനവാസ മേഖലകളെയും ഭരണകൂട കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമാറ് കടുത്ത മിസൈൽ പ്രഹരമേൽപ്പിക്കുന്നത്. 1000-ലധികം ജീവൻ ഇതിനോടകം പൊലിഞ്ഞു. കോട്ടകൾ തകർന്നടിഞ്ഞു. നിലവിളികൾക്കിടയിൽ നിന്നും ഇറാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു, കനത്ത പ്രഹരമേൽപ്പിക്കുന്നു. ഇതുതന്നെയാണ് അമ്പരപ്പിക്കുന്നത്. ഓരോ ബോംബാക്രമണത്തിനും ഇരട്ടി പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോൺ വ്യൂഹങ്ങളും കൊണ്ട് പ്രതിരോധ കവചം തീർക്കുകയാണ് ഇറാൻ. ഗൾഫ് മേഖലയെ മുഴുവനായി ഈ സംഘർഷം വിഴുങ്ങുന്ന ഒരു മഹാപ്രളയമായി മാറുന്ന ഘട്ടത്തിലാണ് ഗൾഫ് രാജ്യങ്ങളോടൊരു നയതന്ത്ര നീക്കം നടത്താനും പരസ്യമായി ഒരു ക്ഷമാപണം നടത്താനും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും പ്രത്യേകമായി എടുത്തു പറയുന്നു, ഇനി നിങ്ങളുടെ മേഖലയിൽ നിന്നും ഞങ്ങളുടെ മേഖലയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകരുത്. അതൊരിക്കലും ഗൾഫ് രാഷ്ട്രങ്ങളല്ല, മറിച്ച് അമേരിക്ക നടത്തുന്ന അവരുടെ സൈനിക താവളങ്ങളിലൂടെ നടത്തുന്ന ആക്രമണമാണ്. ഇസ്രയേലിന്റെ ഹൃദയത്തെ തന്നെ ലക്ഷ്യമാക്കി ടെല്ലവീവിലെയും മറ്റും പടുകൂറ്റൻ കെട്ടിടങ്ങളെ നോക്കി ഇറാന്റെ പ്രതികാര അസ്ത്രങ്ങൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ചില കാഴ്ചകൾ ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ നാം കാണേണ്ടിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും നടുക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് അമേരിക്ക പേരിട്ട, ഇസ്രയേൽ ലയൺസ് ഡോർ എന്ന് പേരിട്ട ഈ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ സംഭവവികാസമൊന്നും ഇറാനെ തളർത്തിയില്ല. ഒരുപക്ഷെ അമേരിക്ക കരുതി കാണും, ആയത്തുള്ള അലി ഖമനേയി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് IRGCയോ ഇറാൻ ഭരണകൂടമോ ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ അത് രാജ്യത്തെ കൂടുതൽ ഏകോപിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ പരമോന്നത നേതാവിൻ്റെ രക്തസാക്ഷിത്വം രാജ്യത്തിനകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമിടാൻ കാരണമായി എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ആ ആത്മബലത്തിലൂന്നി അതിശക്തമായ പ്രതികാരം നിർബന്ധമായും ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും നൽകി കഴിഞ്ഞു. ഖമനയുടെ മരണവാർത്ത തൊട്ടടുത്ത ദിവസം മാർച്ച് 1-ാം തീയതി സ്ഥിരീകരിച്ചു. ഇറാൻ കടുത്ത മുന്നറിയിപ്പ് തൊട്ടു പിന്നാലെ നൽകി. ഇതിന് പകവീട്ടാതെ ഇറാൻ മടങ്ങി പോകില്ല എന്നുള്ളത്. മധ്യപൂർവേഷ്യയിൽ നിലകൊള്ളുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളെ അമേരിക്കൻ പ്രദേശമായി തന്നെ കണക്കാക്കുന്നു. അതിനു നേർക്ക് ശക്തമായ ആക്രമണം നടത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ജോർദൻ ഒഴികെയുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ ബഹ്റിൻ, കുവൈത്ത്, UAE, ഖത്തർ, സൗദി അറേബ്യ അങ്ങനെ പല മേഖലകളിലും ഇസ്രയേൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേർക്ക് ഇറാൻ ശക്തമായ ആക്രമണം തുടങ്ങി. വെറുമൊരു സൈനിക നടപടിയല്ല, മറിച്ച് തങ്ങളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും തങ്ങളുടെ നേതാവിനോടുള്ള ഇഷ്ടവും പ്രകടിപ്പിക്കാനുള്ള ഒരു ഉറച്ച സന്ദേശമായിരുന്നു. അമേരിക്കയ്ക്കുള്ളിൽ പോലും യുദ്ധത്തെക്കുറിച്ചുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കൻ ജനറൽമാർ ട്രംപിനെ വിലക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാനുമായി ഒരിക്കലും യുദ്ധത്തിന് പോകരുത് എന്ന് പറഞ്ഞു. ഈ അടുത്ത് നടന്ന ഒരു സർവേയിൽ ഇറാനെതിരെ നടത്തിയ യുദ്ധത്തിനെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ അമേരിക്കൻ ആക്രമണങ്ങളെ 4-ൽ 1 മാത്രമേ പിന്തുണച്ചുള്ളൂ. ആദ്യഘട്ടത്തിൽ ഖമനേയി വധത്തിന് ശേഷം ട്രംപിന് പിന്തുണയേറിയിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ സർവേകളിൽ ട്രംപിന്റെ പിന്തുണ ഗണ്യമായി കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. റിപ്പബ്ലിക്കൻ പാർട്ടി അനുയായികളുടെ പിന്തുണ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. ഡെമോക്രാറ്റ്സ് ശക്തമായി തന്നെ അതിനെ
എതിർക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏകദേശം 1.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ലോകത്തിലേക്ക് വെച്ച് 17ാമത്തെ വലിയ രാജ്യം. വിസ്തീർണം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അമേരിക്കയുടെ 1/6 പോലും ഇതിന് വലിപ്പമില്ല. ഇന്ത്യയുടെ ആകട്ടെ പകുതിയോളം വലിപ്പവും. ഇസ്രയേലിനെ അപേക്ഷിച്ച് ഇറാൻ ഏകദേശം 80 മടങ്ങ് വലുതാണ് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളതാണ്. പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം 7 രാജ്യങ്ങളുമായിട്ടാണ് കരതിർത്തി പങ്കെടുത്തത്. ഇറാഖ്, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അസർബൈജാൻ, തുർക്കി, അർമേനിയ എന്നിവയാണ് അയൽ രാജ്യങ്ങൾ. ഇത്രയും വലിയ ഭൗമ വിശാലതയുള്ള രാജ്യം, ഭൂപ്രധാനം ഉള്ളതുകൊണ്ട് തന്നെ ഭൂപ്രാധാന്യം അത്രത്തോളം വർദ്ധിക്കുന്ന ഭൂപ്രദേശമായതുകൊണ്ട് ഇറാനെതിരെ നടക്കുന്ന യുദ്ധം ആ മേഖലയുടെ മുഴുവൻ സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇറാൻ വലിയ രാഷ്ട്രം തന്നെയാണ്. ഏകദേശം 92 ദശലക്ഷം ആളുകൾ രാജ്യത്ത് താമസിക്കുന്നു. അമേരിക്കയിൽ ഏകദേശം 380 ദശലക്ഷം ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 4-1 കണക്കുകൂട്ടാം. ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങളും രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് താമസിക്കുന്നത്. പർവ്വതനിരകളും നദീതടങ്ങളും ഒക്കെ തന്നെയുള്ള ഫലഭൂഷ്ടിയായ താഴ്വരകളുള്ള മണ്ണ്, കൃഷിക്കും ജനവാസത്തിനും അനുയോജ്യമായ എണ്ണപ്പാടങ്ങളുള്ള മണ്ണ്. അതിലേറ്റവും വലിയ നഗരമാണ് തലസ്ഥാനമായ ടെഹ്റാൻ. ഏകദേശം 9.5 ദശലക്ഷം ആളുകൾ അവിടെ താമസിക്കുന്നു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക കേന്ദ്രം, ഇറാന്റെ ഹൃദയം. വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള മഷ്ഹദ് നഗരത്തിലെ 2ാമത്തെ വലിയ നഗരമായി അതിനെ വിശേഷിപ്പിക്കുന്നു. ഏകദേശം 3.5 ദശലക്ഷം ആളുകൾ അവിടെ താമസിക്കുന്നു. ലോകമെമ്പാടുമുള്ള മുസ്ലിം തീർത്ഥാടകരെ ആകർഷിക്കുന്ന മാംറൈസ ദേവാലയമാണ് അവിടെ ഉള്ളത്. 3ാമത്തെ വലിയ നഗരമായിട്ടുള്ള ഇസ്ഫഹാൻ ചരിത്രപരമായും വ്യാവസായികപരമായിട്ടുമുള്ള പ്രാധാന്യമുള്ള നഗരം. 2.3 ദശലക്ഷം ആളുകളാണ് അവിടെയുള്ളത്. ലോകത്തിലെ തന്നെ പ്രധാന എണ്ണവാതക സമ്പന്ന രാജ്യങ്ങളിലൊന്നു തന്നെയാണ് ഇറാൻ. ആഗോള എണ്ണ ഉൽപ്പാദനത്തിൽ 9ാം സ്ഥാനത്തുണ്ട്. പ്രകൃതിവാതക ഉൽപ്പാദനത്തിൽ 3ാം സ്ഥാനത്തും. ഏകദേശം $375 ബില്യൺ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം പോലും. 9% തൊഴിലില്ലായ്മ നിരക്കും ഈ പ്രകൃതി വിഭവ സമ്പത്തും ഭൗമ പ്രാധാന്യവും ഒക്കെ തന്നെ ഇറാൻ എന്ന രാഷ്ട്രത്തിന് അന്തർദേശീയ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമേറി നൽകുന്നു.